സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഇവിടെ സന്നിധിരായിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികയിൽ ഒരാളും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യയുടെ ജന്മദിനമായ ഇന്ന് നാം ദേശീയ തത്വജ്ഞാന ദിനമായി ആചരിക്കുകയാണല്ലോ. ഇന്ന് ഈ അവസരത്തിൽ നാം ശ്രീ ശങ്കരാചാര്യരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ഔന്നത്യങ്ങളാണ്. എന്നാൽ ആ ജ്ഞാനസാഗരത്തിനുള്ളിൽ ഒരു അഗാധമായ സ്നേഹമുള്ള മഗ്നമുണ്ടായിരുന്നു എന്നത് നാം പലപ്പോഴും വിസ്മരിക്കാറുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ ആ മാതൃഭക്തിയെക്കുറിച്ചാണ് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. മാതൃദേവോഭവ എന്ന ഭാരതീയ സങ്കല്പത്തിന് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉദാത്തമായ മാതൃക കാട്ടിത്തന്ന മഹാപ്രതിഭയായിരുന്നു ആദിശങ്കരാചാര്യർ. അദ്വൈത ദർശനത്തിലൂടെ ലോകം മുഴുവൻ ഒന്നായി കണ്ട ആചാര്യൻ പലപ്പോഴും സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പുലർത്തിയ സ്നേഹവും ഭക്തിയും ഏതൊരു മനുഷ്യ ഹൃദയത്തെയും സ്പർശിക്കുന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ശങ്കരന് അമ്മയായിരുന്ന ആര്യാമ്പയായിരുന്നുവല്ല. പക്ഷെ സന്യാസം സ്വീകരിക്കാനായി അനുമതി ചോദിച്ചപ്പോൾ ഏക മകനെ വിട്ടുപിരിയാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല. എന്നാൽ കാലടിയിലെ പെരിയാറ്റിൽ വെച്ച മുതലയുടെ രൂപത്തിൽ വന്ന വിധി ശങ്കരൻ്റെ സന്യാസത്തിന് വഴിയൊരുക്കിയ കഥ നമുക്കറിയാമല്ലോ. അപ്പോഴും സ്വന്തം അമ്മയുടെ കണ്ണുനീർ കണ്ട ശങ്കരൻ ഒരു വാക്ക് നൽകി: അമ്മേ, അന്ത്യകാലത്ത് ഞാൻ അമ്മയുടെ അരികിലെത്തിയിരിക്കും. അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ ഞാൻ തന്നെ നിർവഹിക്കും. ഒരു സന്യാസിക്ക് ലൗകിക ബന്ധങ്ങൾ പാടില്ല എന്ന കർക്കശമായ നിയമമുള്ളപ്പോഴായിരുന്നു ശങ്കരൻ ഈ ഉറപ്പ് നൽകിയത്. അപ്പോഴും മാതാവിനോടുള്ള സ്നേഹം ഏതൊരു നിയമത്തിനും അപ്പുറമാണെന്ന് ശങ്കരൻ അന്ന് തെളിയിച്ചു. ദിഗ്വിജയങ്ങൾ കഴിഞ്ഞ് ഭാരതം മുഴുവൻ അദ്വൈത സന്ദേശം എത്തിച്ച ശങ്കരന് ജ്ഞാനദൃഷ്ടിയാൽ സ്വന്തം അമ്മയുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കാലടിയിൽ തിരിച്ചെത്തി. അവർക്ക് ശാന്തി നൽകാൻ വേണ്ടി അവരുടെ അന്ത്യനിമിഷങ്ങളിൽ അവരുടെ അടുത്തിരുന്ന് അവർക്ക് സ്തുതികൾ ചൊല്ലിക്കൊടുത്തു. ഒരു സന്യാസിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശമില്ലെന്ന് പറഞ്ഞ നാട്ടുകാരായ എന്നത്തെ യാഥാസ്ഥിതിക സമൂഹം എതിർത്തു. എന്നാൽ ആ തടസ്സങ്ങളൊന്നും ആ മാതൃഭക്തിയുടെ മുന്നിൽ വിലപ്പോയില്ല. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കാനായി വിറക് പോലും ആരും തരാണ്ട് നിന്നപ്പോൾ സ്വന്തം വീട്ടുപറമ്പിലെ വാഴത്തടികൾ വെട്ടിക്കൂട്ടി തന്നെ അദ്ദേഹം കർമ്മങ്ങൾ നിർവഹിച്ചു. ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് തരുന്ന സന്ദേശം വളരെ ലളിതമാണ്. ഈ ലോകത്തിൽ മാതാവിനേക്കാൾ വലിയ സത്യം വേറെ ഒന്നുമില്ലെന്നും മാതാവിനെ സ്നേഹിക്കാത്തവന് ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാനാവില്ലെന്നുമാണ്. കാലടിയിൽ തിരിച്ചെത്തിയ ശങ്കരൻ മാതൃഭക്തിയുടെ തീഷ്ണതയിൽ രചിച്ച മാതൃപഞ്ചകം ഏതൊരു മകൻ്റെയും ഹൃദയനൊമ്പരമാണ്. 10 മാസം ചുമന്നു പെറ്റ ആ മാതാവിൻ്റെ ഓരോ കഷ്ടപ്പാടുകളെയും അദ്ദേഹം ഓരോ ശ്ലോകത്തിലും സ്മരിക്കുന്നു. അമ്മേ, എനിക്കറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ അമ്മയെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിനെല്ലാം ഈ പുത്രനോട് ക്ഷമിക്കണേ എന്ന ലോകഗുരുവായ ശങ്കരൻ കഴിയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ മാതൃഭക്തിയുടെ ആഴം മനസ്സിലാക്കാം. സ്വന്തം മാതാവിനെ സ്നേഹിക്കാത്തവന് ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാനാവില്ലെന്നാണ് ശ്രീ ശങ്കരാചാര്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അറിവിനേക്കാളും തർക്കങ്ങളെക്കാളും വലുതാണ് ഹൃദയബന്ധമെന്നും ശ്രീ ശങ്കരാചാര്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ആ മാതൃഭക്തി നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.